ഒരു കാര്യം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. സത്യവിശ്വാസികളായ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു വിഷയമാണ് പൂട്ടിക്കിടന്നിരുന്ന ഒരു പള്ളി വീണ്ടും ആരാധന തുടങ്ങി എന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2012 ശേഷം പ്രത്യക്ഷമായി പുറത്തുവന്ന ചില പ്രശ്നങ്ങൾ, അത് കാരണമായി ആദ്യമായി പൂട്ടിക്കിടന്ന പള്ളി കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് ഉണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് വേദനാജനകമായ ആ സംഭവം ഉണ്ടായത് എന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ അസർ നമസ്കാരത്തോടുകൂടി വീണ്ടും പള്ളി തുറന്നപ്പോൾ തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ പള്ളി പൂട്ടിക്കാൻ ശ്രമിച്ചവർ പോലും യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇരിക്കൂറിൽ ഉണ്ടായിട്ടുള്ള വേദനാജനകമായ സംഭവ വികാസങ്ങൾ നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ, തെറ്റായ പ്രവണതകൾ വീണ്ടും വരാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ഇരിക്കൂറിൽ ഉണ്ടായിട്ടുള്ള വിധി? 26/4/2013 ആരായിരുന്നോ അവിടെ പള്ളിയിൽ ഖുത്ബ പറയാൻ എത്തിയിരുന്നത്, അന്ന് ആരായിരുന്നോ പള്ളി നടത്തിക്കൊണ്ടിരുന്നത്, അവർ തന്നെ തുടർന്ന് നടത്തണം എന്ന് തലശ്ശേരി RDO കോടതി വിധിക്കുകയാണ്. ആ ഭാഗം വളരെ പ്രധാനമാണ്. എ പാർട്ടി, 3 പാർട്ടികൾ, 3 കൂട്ടരാണ് ഇതിൽ കക്ഷികളായി വന്നത്. എ പാർട്ടി എന്നത് യഥാർത്ഥ മുജാഹിദുകൾ, ബി പാർട്ടി എന്നത് കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന കേവല സംഘടനാവാദികൾ, മൂന്നാമത്തത് സി പാർട്ടി എന്ന് പറയുന്നത് മടവൂർ വിഭാഗം. കോടതി പറയുന്നത് എ പാർട്ടി ടു ബി ഇൻ ആക്ച്വൽ പൊസഷൻ ആൻഡ് പെർമിറ്റ്സ് ടു കണ്ടിന്യൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് പൊസഷൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എ പാർട്ടിയാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അന്തിമ വിധിയല്ല ഇത്, RDO കോടതിയുടെ താൽക്കാലിക വിധിയാണ്. RDOയുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയത്തിലെ RDOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി, RDOയുടെ മുമ്പിൽ ഇനി ഈ വിഷയം വാദം കേൾക്കുന്ന വിഷയമില്ല, സിവിൽ കോടതിയിലേക്ക് പോകുമ്പോഴാണ് മറ്റു തരത്തിലുള്ള വാദങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് അന്തിമ വിധിയിലേക്ക് പോകേണ്ടത്. ഇവിടെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവ വികാസം, 2.5 മാസക്കാലം നമ്മുടെ ഒരു പള്ളിയിലെ ഇബാദത്ത് മുടങ്ങി എന്നതാണ്. 26/4 ഉൾപ്പെടെ 10 വെള്ളിയാഴ്ചകളിൽ അവിടെ ജുമാ മുടങ്ങി. 2.5 മാസക്കാലത്തിനിടക്ക് ജമാഅത്തുകൾ മുടങ്ങി, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി മുടങ്ങി, പള്ളിയിൽ വന്ന് ഇരുന്ന് വിശ്രമിക്കുന്നവരുടെ അവസ്ഥ മുടങ്ങി, പള്ളിയിലുള്ള പായ പൂപ്പല് പിടിച്ചു. ഇപ്പോഴും നമ്മുടെ പ്രവർത്തകർ പൂപ്പല് പിടിച്ച പായകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യം, ഇരിക്കൂറിലെ മുസ്ലിം പൊതുസമൂഹം മൊത്തം ഈ വിഷയത്തിൽ സത്യത്തോടൊപ്പം ന്യായത്തോടൊപ്പം മുജാഹിദുകളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. 1989 മഹാനായ KNM-ന്റെ മുൻ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിയാണ് ഇരിക്കൂറിലെ മസ്ജിദുൽ മുജാഹിദീൻ ഉദ്ഘാടനം ചെയ്തത്. മഹാനായ ഉമർ മൗലവി വരെ അവിടെ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. 2002 മടവൂർ വിഭാഗം നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ നമുക്കിടയിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു മധ്യസ്ഥ തീരുമാനം വരികയും KNM-ന് കീഴിൽ മടവൂർ വിഭാഗവും
പകുതി ഖുതുബകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ പകുതി ഖുതുബകൾ അവർക്കും പകുതി ഖുതുബകൾ നമുക്കും കേരള നദ്വത്തുൽ മുജാഹിദീനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2012-13 കാലഘട്ടമായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വീണ്ടും ഇപ്പോൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിലവിലുള്ള കമ്മിറ്റി അത് ശിർക്കാരോപണത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു അഡ്ഹോc കമ്മിറ്റി നിശ്ചയിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തത് എന്ന ഒരു ചോദ്യം RDOയുടെ മുമ്പിൽ ഉണ്ടായപ്പോൾ അതിന് നമ്മുടെ സഹോദരങ്ങൾ നൽകിയിട്ടുള്ള മറുപടി, ഇരിക്കൂർ ശാഖാ കമ്മിറ്റി ചെയ്ത തെറ്റ് എന്ത് എന്നതിന് നൽകിയ മറുപടി 2012 ഡിസംബർ മാസം 8-ാം തീയതി ഇരിക്കൂറിൽ ഡോക്ടർ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പൊതുയോഗം ഇരിക്കൂർ ശാഖ അറിയാതെ ഇരിക്കൂർ ശാഖയുടെ പേരിൽ പോസ്റ്റർ ഇറക്കി ഉളിക്കൽ ശാഖാ സെക്രട്ടറി ഉളിക്കൽ ശാഖയുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് പെർമിഷൻ എടുത്ത് അവിടെ പരിപാടി നടത്തുവാൻ ശ്രമിച്ചു. ആ ശ്രമത്തെ ഇരിക്കൂറിലെ KNM പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലറും ഒരു പരാതി തയ്യാറാക്കി ഡോക്ടർ ബഷീർ സാഹിബിനെ സമീപിക്കുകയും ഇത് ശരിയല്ല, അവിടെ ഒരു ശാഖാ കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശാഖയുടെ പേര് വെച്ച് മറ്റൊരു ശാഖയിലെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ഒരു പരിപാടി നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി വെച്ച ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ 2 ദിവസം കാത്തുനിന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തു, ഞങ്ങളുടെ ശാഖയുടെ പേരിൽ ഒരു പരിപാടി ഇരിക്കൂറിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ശാഖാ കമ്മിറ്റി അത് അറിഞ്ഞിട്ടില്ല എന്ന് പരാതി കൊടുത്തു എന്നതാണ് ഇരിക്കൂർ ശാഖാ കമ്മിറ്റി ചെയ്ത തെറ്റ് എന്നാണ് RDO കോടതിയിൽ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഷന് കാരണം എന്ത് എന്നത് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, വാശിയും ദേഷ്യവും വിജയഭേരിയും പരാജയത്തിന്റെ കയ്പും ഒന്നുമല്ല നമ്മുടെ വിഷയം. ഏറ്റവും വലിയ വിജയം പരലോകത്താണ്, ഏറ്റവും വലിയ പരാജയവും പരലോകത്താണ്. അതുകൊണ്ട് ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങളെ ആ നിലക്ക് കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. 26/4/2013 മടവൂർ വിഭാഗത്തിന്റെ ഊഴം കഴിഞ്ഞ് കേരള നദ്വത്തുൽ മുജാഹിദീന് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഊഴം മടവൂർ വിഭാഗത്ത് നമുക്ക് കിട്ടിയപ്പോൾ അവിടെ യൂണിറ്റ് സെക്രട്ടറി ബഹുമാന്യ സുഹൃത്ത് മുജീബുള്ള അൻസാരി സുബ്ഹ് ജമാഅത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മെഹ്റാബിലേക്ക് കയറി നിന്നപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ നിശ്ചയിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് വേണ്ടി അവരുടെ ആരുമല്ല, മറിച്ച് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ് മുജീബുള്ളയെ തടയാൻ മെഹ്റാബിലേക്ക് വന്നത്. ഇവിടെ ഗൗരവപരമായ വിഷയം, മടവൂർ വിഭാഗവും KNM-ഉം ഊഴം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ മടവൂർ വിഭാഗത്തിന്റെ ഊഴം കഴിഞ്ഞ് KNM-ന് കിട്ടിയപ്പോൾ ആ ഊഴം ഉപയോഗപ്പെടുത്തേണ്ടത് ആര് എന്നതാണ് തർക്കം. അവിടെ അഡ്ഹോക് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരാകുന്നത്, മെഹ്റാബിലേക്ക് കയറി നിന്ന് മുജീബുള്ള അൻസാരിയെ തടയുന്നത് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ തന്നെ എന്തിനായിരുന്നു ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ 2 ഖത്തീബിനെ ഇത്രയും കാലം നിശ്ചയിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാവരിലും വരും എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ മിഹ്റാബിൽ
നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നടത്തേണ്ടുന്ന മുജീബുള്ള അൻസാരിയെ തടഞ്ഞപ്പോൾ പള്ളിയിൽ 2 ജമാഅത്തുണ്ടായി. പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് മുജീബുള്ള അൻസാരി സുബ്ഹ് ജമാഅത്തിന് നേതൃത്വം നൽകി. സ്ത്രീകളുടെ ഭാഗത്ത് പോയി മടവൂർ വിഭാഗത്തിന്റെ അഡ്ഹോ കമ്മിറ്റിക്ക് വേണ്ടി തടയാൻ വന്ന വ്യക്തിയും ഏതാനും ആളുകളും അവിടെ മറ്റൊരു ജമാഅത്തും നടത്തി. ഔദു ബില്ലാഹ്, ഒരു പള്ളിയിൽ 2 ജമാഅത്ത്, ഒന്ന് പുരുഷന്മാരുടെ ഭാഗത്തും മറ്റൊന്ന് സ്ത്രീകളുടെ ഭാഗത്തും. ഇത്തരം അവസ്ഥകൾ തുടരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പല നമ്മുടെ സഹോദരങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ സംഘങ്ങളായി പള്ളിയിലേക്ക് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതൊന്നും പറയാൻ ഒരു വെല്ലുവിളി സ്വരമോ, ഇതൊന്നും പറയാൻ ആരെങ്കിലും പറഞ്ഞ് തോൽപ്പിക്കട്ടെ എന്ന ചിന്തയോ നമുക്കാർക്കുമില്ല. പക്ഷേ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ കൊണ്ടുവന്നത് മിക്കവാറും അവരെ തെറ്റിദ്ധരിപ്പിച്ചാകാൻ സാധ്യതയുണ്ട്. പള്ളി പൂട്ടിപ്പോകുന്നൊരവസ്ഥ സംഘർഷമുണ്ടാകുമ്പോൾ സംഭവിക്കാമെന്ന് ചിന്തിക്കാൻ കഴിയാത്തവരല്ല ഇതിന് നേതൃത്വത്തിലുള്ള പലരും എന്ന് നമുക്കറിയാം. പക്ഷേ പള്ളി പൂട്ടിയാലും വേണ്ടിയില്ല എന്ന വാശി ഒരിക്കലും നമുക്ക് ആർക്കും ഉണ്ടാകാൻ പറ്റാത്തതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മിമ്പറിലേക്ക് മുജീബുള്ള അൻസാരി യഥാർത്ഥത്തിൽ കയറേണ്ട അദ്ദേഹം കയറുമ്പോൾ എന്റെ സുഹൃത്ത് കൂടിയായ സലീം ഹമദാനി അങ്ങോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പള്ളിയിൽ സംഘർഷമുണ്ടാകും. അങ്ങനെയാണ് സംഘർഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന ഇവിടെ നടത്തേണ്ടതില്ലെന്ന് പോലീസ് പറയുകയും ജുമാ മുടങ്ങുകയും പള്ളി അടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഏറ്റവും വിഷമകരമായ കാര്യം, ഈ സംസാരത്തെ വിമർശന ബുദ്ധിയോടുകൂടി കേൾക്കുന്നവരും അറിയേണ്ട ഒരു കാര്യം, ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആ പള്ളി പിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവരുടെ നാടുകളിലുള്ള പള്ളികളിൽ പോയി അവർക്ക് സുബ്ഹ് ജമാഅത്ത് കുനൂത്തില്ലാതെ നമസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പാവപ്പെട്ട ഇരിക്കൂറിലെ മുജാഹിദുകൾ അവർക്ക് കുനൂത്തില്ലാത്ത പള്ളി ഊട്ടിക്കടന്നതിന്റെ വിഷമം കണ്ണീര് കുടിച്ച് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ഇതൊരു സത്യമല്ലേ? വിമർശന ബുദ്ധിയോടുകൂടി ഇത് കേൾക്കുന്നവരും ആ കാര്യം ചിന്തിക്കേണ്ടതില്ലേ? കൂട്ടപ്രാർത്ഥനയില്ലാത്ത പള്ളി, അതിനാണല്ലോ 1989 മഹാനായ കെ പി മുഹമ്മദ് മൗലവി അവിടെ തൊട്ടടുത്തൊക്കെ സമസ്തക്കാരുടെ പള്ളി ഉണ്ടായിട്ടും അവിടെ ഒരു പള്ളി തുറന്നത്. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 2.5 മാസക്കാലം നമ്മുടെ ആളുകൾ സുബ്ഹ് ജമാഅത്തിന് 27 ഇരട്ടി കൂലി വാങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച ഇരിക്കൂറിലെ പള്ളിയിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. ആ സ്ത്രീകൾ വിഷമിച്ചു. പക്ഷേ അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നാഥാ റമദാനിന് മുമ്പ് ഇതൊന്നും തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ചു. അപ്പോൾ എന്തിനായിരുന്നു ആ പള്ളി പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. 10 ജുമുഅകൾ മുടങ്ങിയതിന് പടച്ചവനോട് സമാധാനം പറയേണ്ടതില്ലേ? 2.5 മാസക്കാലം മറ്റു ഇബാദത്തുകൾ മുടങ്ങിയതിന്, ബാങ്ക് മുടങ്ങിയതിന്, ഇഖാമത്ത് മുടങ്ങിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾ എന്ത് സമാധാനം പറയും? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഗൗരവപരമായ വിഷയമാണ്. ഞാനിത് പറയുന്നത് ഒരിടത്തും ഇത്തരമൊരു സംഭവവികാസം ഇനി ഉണ്ടാകുവാനേ പാടില്ല. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. RDO കോടതിയുടെ മുമ്പിൽ ഈ വിധി എത്തുന്നതിന് മുമ്പുള്ള വാദങ്ങളിൽ
ഏറ്റവും വേദനാജനകമായ സംഭവം, ആരുമായിട്ടാണോ നാം പകുതി പങ്കിട്ടത് ആ മടവൂർ വിഭാഗത്തിന്റെ വക്കീലും നിലവിലുള്ള കമ്മിറ്റി എതിർക്കുന്ന ഡോക്ടർ ബഷീർ സാഹിബ് പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന്റെ വക്കീലും നമുക്കെതിരെ ഒന്നിച്ച് ആലോചിച്ച് നീങ്ങി എന്ന് ആ വക്കീലും മറ്റുള്ളവരും എല്ലാവരും സമ്മതിക്കുന്നു. ഇവിടെ ഉണ്ടായിത്തീർന്നത്, ഈ വിധിയോടുകൂടി ഉണ്ടായിത്തീർന്നത് ഈ പള്ളി തുറന്നു എന്നത് മാത്രമല്ല, അതോടൊപ്പം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസിലേക്ക് കക്ഷി ചേർന്ന മടവൂർ വിഭാഗം, ആ മടവൂർ വിഭാഗമാണല്ലോ 3 ഖുതുബകൾ നടത്തുന്നത്. ശേഷം നാമും 3 ഖുതുബ കോടതിയുടെ മുമ്പിൽ വ്യക്തമായി നമ്മൾ സമർത്ഥിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട RDO കോടതി വ്യക്തമായി പറഞ്ഞു, മടവൂർ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നോ ക്വസ്റ്റ്യൻ ഓഫ് പൊസഷൻ അറൈസസ് അബൌട്ട് സി പാർട്ടി. ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സി പാർട്ടി അഥവാ മടവൂർ വിഭാഗത്തിന്റെ അങ്ങനെ ഒരു ആവശ്യം തന്നെ, ഒരു ചോദ്യം തന്നെ ഉയരുന്നില്ല. അതുകൊണ്ട് മടവൂർ വിഭാഗത്തിന് ഇതിൽ യാതൊരു റൈറ്റുമില്ല. അപ്പോൾ പള്ളി പൂട്ടി തുറന്നപ്പോൾ ഹദീസ് നിഷേധ പ്രചാരണം നടത്തുന്നവർക്ക് മിമ്പർ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ പള്ളി പൂട്ടിക്കുന്നതിനു വേണ്ടി തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ വന്നുപോയവർ ഇപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ കരയുന്നുണ്ട് എന്നറിയാം. കാരണം കരയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. 2.5 മാസത്തിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ നാം പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം 2002 ആഗസ്റ്റ് 23-ാം തീയതി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പ്രതിനിധീകരിക്കുന്ന രൂപത്തിൽ ശബാബ് എഴുതിയത് മൻഹജ് വാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി എന്നാണ്. നമ്മെക്കുറിച്ച് പിശാചിനെ സേവിക്കുന്നവർ, പിശാചിനെ ആരാധിക്കുന്നവർ, പിശാചിനെ പൂജിക്കുന്നവർ എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് മടവൂർ വിഭാഗം ശബാബിൽ എഴുതിയിട്ടുണ്ട്. 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുസ്സലാം സുല്ലമി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മൗലവി എന്ന പദം കടമെടുത്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ സെൻസിങ്ങിന് കൊടുത്ത അഭിമുഖം അവർ കളർ പേജായി കൊടുത്തത് മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്നാണ്. ഇവരോട് 10 വർഷമായി നമ്മൾ ആദർശ യുദ്ധത്തിലായിരുന്നു. ഈ സഹോദരങ്ങൾ 2012 നമ്മൾ മനസ്സിലാക്കണം, 2002 എന്നത് എന്നോട് 2012 ആയിപ്പോയതല്ല. 2012 ഒക്ടോബർ 19-ാം തീയതി ശബാബിന്റെ 17-ാമത്തെ പേജിൽ മടവൂർ വിഭാഗം സുഹൃത്തുക്കൾ എഴുതിയത് AP വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്നുള്ള നൂതനവാദം അവതരിപ്പിക്കുകയും അത് ഖുറാഫാത്തിന് വളമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്നാണ്. ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന, രോഗം കൊണ്ടൽപ്പം പ്രയാസപ്പെടുന്ന അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് 2002 പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ വായിച്ചു. ഇവിടെ 2012 ഒക്ടോബർ 19 ശബാബ് എഴുതുന്നത് AP വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്നുള്ള നൂതനവാദം അവതരിപ്പിക്കുകയും അത് ഖുറാഫാത്തിന് വളമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്നാണ്.
അപ്പോൾ 2012 പോലും മുജാഹിദുകളെ കുറിച്ച്, KNM പ്രവർത്തകരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് മടവൂർ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അവരിത് പറയാൻ കാരണം അവർ കൊണ്ടുവന്ന ഹദീസ് നിഷേധങ്ങളെ മറച്ചുവെക്കാനായിരുന്നു എന്ന് കഴിഞ്ഞ 10 കൊല്ലമായി നാം അവരോട് പറയുകയായിരുന്നു. ആ മടവൂർ വിഭാഗം അവർക്ക് ഇരിക്കൂറിൽ കിട്ടിയ 3 ചാൻസിൽ, സഹോദരങ്ങളെ അറിയണം, കേരള ജംഇയ്യത്തുൽ ഉലമ 28/10/2011 നിലമ്പൂരിൽ വെച്ച് ചാരനാണ് എന്ന് പ്രഖ്യാപിച്ച KKP അബ്ദുള്ള പോലും മടവൂർ വിഭാഗമാകുന്ന തറവാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഇരിക്കൂറിലെ പള്ളി മിമ്പറിൽ വന്ന് മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചപ്പോൾ പലരും പ്രാർത്ഥിച്ചു പോയി, റബ്ബേ, KP മുഹമ്മദ് മൗലവി ഈ മിമ്പർ തുടങ്ങിവെച്ചത് ഇതിനു വേണ്ടിയല്ലല്ലോ എന്ന്. സദസ്സിലിരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് തേടിയ തേട്ടം വമ്പിച്ച പരീക്ഷണങ്ങൾക്ക് ശേഷമാണെങ്കിലും RDOയുടെ വിധി പ്രകാരമാണെങ്കിലും ഇപ്പോൾ KKP തറവാട്ടിൽ തിരിച്ചെത്തിയ ആ മടവൂർ വിഭാഗത്തിന്റെ മുഴുവൻ ചാൻസും ഈ കോടതി വിധിയിലൂടെ ഇല്ലാതായിരിക്കുകയാണ്. സഹോദരങ്ങളെ, മടവൂർ വിഭാഗത്തോടും നമുക്ക് വിദ്വേഷമില്ല, ദേഷ്യമില്ല, അവരോടും നമുക്ക് ഗുണകാംക്ഷയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ കോടതി വിധി വന്നതോടുകൂടി ഏറ്റവും വലിയ പ്രഹരം ഏറ്റത് അവർക്കാണ്. യഥാർത്ഥത്തിൽ മുജീബുള്ള അൻസാരിയോടൊപ്പം പള്ളി പൂട്ടിക്കാൻ വന്നവരും അത് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവർ അങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം, കാരണം പരലോകമാണല്ലോ വലുത്. മടവൂർ വിഭാഗത്തിന് ഈ പള്ളി വിലക്കിക്കൊണ്ട് ഇതിന്റെ പൊസഷനിൽ അവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് കോടതി പറയുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ വരണം എന്ന് 2009 ആഗസ്റ്റ് 28 ശബാബ് എഴുതി. പെട്ടെന്ന് കേട്ടാൽ വല്ല അപകടവും തോന്നുമോ? അതെന്താ എന്ന് തോന്നും. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ വരണം. ഹദീസുകളിൽ വളരെ ചുരുക്കം ഹദീസുകൾ മാത്രമാണ് മുതവാത്തിറായുള്ളത്. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന സ്വഹീഹായ ഹദീസുകൾ, ഈ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവല്ല എന്ന് ശബാബ് എഴുതുമ്പോൾ ഖബറിലെ ചോദ്യം, ഹൗലുൽ കൗസർ, വിചാരണയുടെ വിശദാംശങ്ങൾ, സിറാത്ത് പാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി മുഅ്ജിസത്തുകൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിലുള്ള സ്വഹീഹായ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ കാര്യം മടവൂർ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലും ഹദീസ് പരിഭാഷകളിലും വന്നു കഴിഞ്ഞു എന്നത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് ഇരിക്കൂറിലെ പള്ളി മിമ്പറിൽ നിന്ന് പറയുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിച്ചിരിക്കുന്നു. ഇതാ മാസപ്പിറവി നാളെയും മറ്റന്നാളുമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അബ്ദുസ്സലാം സുല്ലമിയും കോയക്കുട്ടി ഫാറൂഖിയും ബഷീർ പട്ടേൽ തായവും മൻസൂർ അലി ചെമ്മാടും തുടങ്ങി മടവൂർ വിഭാഗത്തിലെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ 10 വർഷങ്ങളായി പല നോമ്പുകളും പെരുന്നാളുകളും അറഫ നോമ്പുമൊക്കെ ഹുസൈൻ മടവൂരും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ആഘോഷിക്കുന്ന നോൽക്കുന്ന ദിവസമല്ല പല വർഷവും ഇവർ നോറ്റിട്ടുള്ളത്. കാരണം എന്താ? ഹദീസ് നിഷേധം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൂമൂ ലിറുയതിഹി എന്നാണ്. മാസം നോക്കണം, കാണണം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? മേഘം മൂടിയാൽ ഫഅക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. അപ്പോൾ ആകാശത്ത് കണക്കനുസരിച്ച് ചന്ദ്രൻ ഉണ്ടെങ്കിലും
സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് ചന്ദ്രൻ ഉണ്ടെങ്കിലും നോമ്പാകാൻ പറ്റില്ല, പെരുന്നാളാക്കാനും പറ്റില്ല. മേഘം മൂടിപ്പോയാൽ മാസം പൂർത്തിയാക്കണം. ഈ ഹദീസ് നിഷേധിച്ചപ്പോൾ നോമ്പാകുന്ന ഇബാദത്തിന്റെ ദിവസം മാറി. ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ. അതിലെ രണ്ടാമത്തെ കണ്ടീഷൻ, അതിനു വേണ്ടി അതിൻ്റെതായ പ്രവർത്തനം നടത്തണം. അപ്പോൾ ഇബാദത്തിന്റെ ദിവസം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ട മറ്റൊരു ഗ്രൂപ്പ് എത്തിച്ചേർന്നു. അബ്ദുസ്സലാം സുല്ലമിയാണ് 3 ആഴ്ചകൾ മടവൂർ വിഭാഗത്തിന് നിശ്ചയിച്ചതിൽ ഏതെങ്കിലും ഒരാഴ്ച അബ്ദുസ്സലാം സുല്ലമിയോ പട്ടേൽ തായമോ അതുപോലെയുള്ള അവരുടെ മടവൂർ വിഭാഗത്തിലെ ഉള്ളിലെ ഗ്രൂപ്പിൽപ്പെട്ട അവരാണ് വരുന്നതെങ്കിൽ KP മുഹമ്മദ് മൗലവി ഹിലാൽ കമ്മിറ്റി ചെയർമാനായിരുന്നു. കാഴ്ചയും കണക്കും ബന്ധിപ്പിച്ചാണ് അദ്ദേഹം അത് നടത്തിയത്. ഇപ്പോഴും തുടർന്നു വരാൻ അദ്ദേഹം അന്ന് ആഗ്രഹിച്ചതും നടന്നു വരുന്നതും. ഇതിനെതിരെ അബ്ദുസ്സലാം സുല്ലമി അതേപോലെയുള്ള ആളുകൾ ബിരിക്കൂറിലെ മിമ്പർ ഉപയോഗിക്കുന്നതിൽ നിന്നും അൽഹംദുലില്ലാഹ് RDO കോടതി വിധിയോടുകൂടി മടവൂർ വിഭാഗം ഔട്ട്, അവർ പുറത്തായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ സാന്ദർഭികമായി നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഐക്യത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഐക്യം എന്നത് സത്യവിശ്വാസികൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഐക്യപ്പെടണം. ദീനിയായ ഐക്യമാകുമ്പോഴോ ആ ഐക്യം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ മടവൂർ വിഭാഗവും കേരള നദുവത്തുൽ മുജാഹിദീൻ അതാര് എന്നത് നിശ്ചയിക്കേണ്ട കാര്യമാണ്, കോടതിയിൽ ഉള്ള കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ആദർശപരമായിട്ടാണ് ഐക്യമുണ്ടാകേണ്ടത് എന്നതുകൊണ്ട് തന്നെ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ, മാന്യന്മാരായ ആളുകൾ, സമുദായ നേതാക്കൾ, അവർ കാര്യങ്ങൾ ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് പോകണം, സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും മുമ്പ് പറഞ്ഞതുപോലെ അവർ പറയും, മതപരമായ വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണം. അപ്പോൾ കേന്ദ്രമായി ചർച്ച ചെയ്യാൻ മടവൂർ വിഭാഗം വരുന്നതിനു മുമ്പ് അവിടെ ഒരു ചർച്ച നടക്കേണ്ടി വരും. കാരണം എന്താ? മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ 2 പെരുന്നാളാണിപ്പോൾ. മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ 2 നോമ്പാണിപ്പോൾ പല മാസങ്ങളിലും. അപ്പോൾ ആദ്യം മടവൂർ വിഭാഗത്തിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധം ആദ്യം നടക്കണം. സ്വാഭാവികമായും ജിന്ന് സിഹർ വിഷയങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വരും. അപ്പോൾ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരും, അബ്ദുസ്സലാം സുല്ലമിയും പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം അതിന്റെ ഉള്ളിൽ തന്നെ പണ്ഡിത ചർച്ച നടന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഞങ്ങളിതാ ഇത്തരം വിഷയങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് KNMമായി ചർച്ച നടക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആദർശപരമായ വിഷയങ്ങൾ മടവൂർ വിഭാഗം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പള്ളിക്ക് മുകളിൽ ഉപയോഗിച്ച് പറയുന്നതിൽ നിന്നും നാം രക്ഷപ്പെട്ടു. മാത്രമല്ല സ്വാഭാവികമായും ചെറിയമുണ്ടും ഹുസൈൻ മടവൂരും പ്രതിദാനം ചെയ്യുന്ന ആളുകൾ അബ്ദുസ്സലാം സുല്ലമിയോടും ചെറിയമുണ്ടം അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള അലിമദനി മൊറയൂരിനെ പോലെയുള്ള ആളുകളോടും ഒരുപക്ഷെ ഇങ്ങനെ പറയും, നമ്മൾ നാട്ടിലൊന്നാകെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പോയി പ്രസംഗിച്ചത് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാണല്ലോ. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഖുർആനിനെതിരാണത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണല്ലോ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രവുമായി ഐക്യത്തിന് വരുന്നതിന് മുമ്പ് മടവൂർ വിഭാഗത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയോ ഹുസൈൻ മടവൂരോ ഒരുപക്ഷെ പറയും, കേന്ദ്രവുമായി നമ്മൾ പിണങ്ങിയ സന്ദർഭത്തിൽ നാം ഗൾഫിലേക്ക് അയച്ച കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും ഇൻകാറുഹും ബിഹഖീഖത്തി സിഹ്രി ഇന്ന ശൈഖ അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ വമശായിഖ ഹിസ്ബിഹി യദ്ദഊന അന്നഹും ഫിൽ മൻഹജ് السلفي ولكنهم
യത്തബിഊന അഖലാനിയത്ത മിസ്രി ഔ അഖലാനിയത്തൽ മുഅ്തസില വമിൻഹാ ഇൻകാറുഹും ബിഹഖീഖത്തി സിഹ്രി. ചെറിയ മുണ്ടവും അതേപോലെ തന്നെ ഹുസൈൻ മടവൂരും അടങ്ങുന്ന ആളുകൾ കേന്ദ്രവുമായി ഐക്യ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചയിൽ പറയും, നമ്മൾ ഗൾഫിലേക്ക് എഴുതിയത് AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും അകലാനികളാണ്, കാരണം അവർ സിഹറിനെ അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ. യഥാർത്ഥത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി സിഹറിനെ അംഗീകരിക്കുന്ന ആളല്ലേ? അപ്പോൾ നമ്മൾ സിഹറിനെ അംഗീകരിക്കുന്നവരാണെന്ന് ഗൾഫിലേക്ക് പോലും നമ്മൾ എഴുതിയതല്ലേ എന്ന് അബ്ദുസ്സലാം സുലമിയോട് ചോദിക്കുമ്പോൾ അബ്ദുസ്സലാം സുലമി എന്തു പറയും? സ്വാഭാവികമായ ഒരു ബഹളം അതിന്റെ ഉള്ളിലുണ്ടായാൽ ആ ബഹളമൊക്കെ തീർത്തിട്ടല്ലേ കേന്ദ്രവുമായി ചർച്ചയ്ക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെയും നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പടച്ചവനെ ഐക്യം നടക്കണം എന്നാണ്. ആ ഐക്യം ആദ്യം മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ നടക്കണം. ഇനി പുറത്ത് കേന്ദ്രമിന്റെ ഉള്ളിൽ വന്നാൽ അവിടെയും നമുക്ക് പല തരത്തിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ കാണാം. അത് നമുക്ക് അങ്ങോട്ട് സാന്ദർഭികമായി അവിടെ പറയാം. അതേപോലെ മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിലുള്ള മറ്റൊരു പ്രശ്നം, അവർ പറയുന്നത് ജിന്നുബാധ എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് എന്നാണ്. 2012 ഒക്ടോബർ 19 ശബാബിന്റെ അവസാനത്തെ പേജിൽ കളർ ന്യൂസായി വന്ന ഭാഗത്ത് കാണാം, സിഹ്റുബാധ, ജിന്നുബാധ തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് കരിമ്പിലാക്കലിന്റെ സുഹൃത്ത് പ്രസംഗിച്ചു എന്ന്. ഇത് ഒരു ഭാഗത്ത് ശബാബിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ചെറിയ മുണ്ടവും അതേപോലെ തന്നെ ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകൾ പറയും, അതെങ്ങനെയാ നമ്മൾ അങ്ങനെ പറയുക? നാം ഗൾഫിലേക്ക് സംഘടനാ പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ 2002 അയച്ച കത്തിൽ നമ്മൾ പറഞ്ഞത് AP അബ്ദുൽ ഖാദർ മൗലവി പ്രതിദാനം ചെയ്യുന്ന കേന്ദ്രമിനെ കുറിച്ച് പറഞ്ഞത് ഇൻകാറുഹും ദുഹൂലൽ ജിന്നിയ്യി ഫിൽ ഇൻസിയ്യി. AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും നിഷേധിക്കുന്നു. എന്താണ് നിഷേധിക്കുന്നത്? ദുഹൂലൽ ജിന്നിയ്യി ഫിൽ ഇൻസിയ്യി, ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് AP-യും കൂട്ടരും നിഷേധിക്കുന്നു. ഞങ്ങളാകട്ടെ മടവൂർ വിഭാഗമാകട്ടെ അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കാണ് സഹായങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളുമായുമാണ് ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മൾ ഒന്നിച്ച് കത്തെഴുതിയതല്ലേ എന്ന് മടവൂർ വിഭാഗത്തിലെ ഈ ഖുർആനിനെയും ഹദീസിനെയും ഇത്തരം വിഷയങ്ങളിൽ അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കാത്തവരുമായി ആദ്യം ഒരു വാദപ്രതിവാദം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം നിഷേധങ്ങൾ ഇരിക്കൂർ മിമ്പറിന്റെ മുകളിൽ നിന്നും പറയുന്നത് ഒഴിവായി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കോടതി അവരോട് ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ പള്ളി പൂട്ടിക്കാൻ വന്ന ഇപ്പോൾ സ്വാഭാവികമായും ഒരു വിഷമത്തിലിരിക്കുന്ന സഹോദരങ്ങളെ വിഷമിക്കേണ്ടതില്ല. പള്ളി നമുക്കാണ് കിട്ടിയത്, മുജാഹിദുകൾക്കാണ് കിട്ടിയത്. ഇരിക്കൂറിൽ ഏതെങ്കിലും ഒരു ഖുതുബയിൽ മുജീബുല്ല അൻസാരിയോ അതുപോലുള്ള ആരെങ്കിലും ഇപ്പോൾ വിവാദത്തിലുള്ള വിഷയങ്ങളിൽ ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ട്. ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, മലക്കെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണ് എന്ന് നമ്മുടെ മുജീബുല്ല അൻസാരി അടക്കം പ്രസംഗിച്ചപ്പോൾ അന്ന് നാട്ടിൽ ചർച്ചയായി. എന്താ ഈ കുട്ടികളെ പറ്റി പറയുന്നത്? ആ കുട്ടിയല്ലേ നമ്മുടെ നാട്ടിലെ ഈ കുട്ടിയല്ലേ വളരെ കൃത്യമായി ഖുതുബ പറഞ്ഞത് എന്ന് നാട്ടിൽ ചർച്ച നടന്നതാണല്ലോ. അപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഈ അടുത്ത് 2011 അവസാനം ഇറക്കിയിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിലെ തകരാറുകൾ സംബന്ധിച്ച് 3 കത്തുകൾ ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ആ കത്തിൽ തകരാറില്ലാത്ത കുറെ ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 275 ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്നുബാധ ഉണ്ടാകും, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, കേവല ബുദ്ധി കൊണ്ട് അതിനെ നിഷേധിക്കരുത് എന്ന് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ച ഈ കാര്യത്തിന് എതിരെയാണ് യഥാർത്ഥത്തിൽ മടവൂർ വിഭാഗം നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിയായ നിലപാട്. ആ നിലപാട് അന്ധവിശ്വാസമാണ് എന്നതാണോ ശരി? അന്ധവിശ്വാസമാണ് എന്നാണ് KP അബ്ദുള്ള, നമ്മൾ ചാരനായി പ്രഖ്യാപിച്ച വ്യക്തി, തറവാട്ടിലെത്തി ആ തറവാടിന്റെ കെയർ ഓഫിൽ ഇരിക്കൂറിന്റെ മിമ്പറിന്റെ മുകളിൽ കയറി
മുജാഹിദുകളുടെ മുഖത്ത് നോക്കി ഖുർആൻ നിഷേധം പറഞ്ഞു. എന്താ പറഞ്ഞത്?